നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് കരുതി. ഇപ്പം നമുക്ക് വിൻ്ററൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. സ്പ്രിങ് സീസണിലേക്ക് കടക്കുമ്പോൾ കണ്ടോ, എൻ്റെ വാടിപ്പോയിരുന്ന മറ്റേ തുളസി ഉണ്ടല്ലോ, അത് കിളിർത്ത് വരുന്നുണ്ട്. അങ്ങനെ പൂക്കളൊക്കെ കിളിച്ച് വരുന്നുണ്ട്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വിച്ചുവും വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമുള്ളൊരു ആഹാരമാണ് ഇടിയപ്പവും കടലക്കറി. അങ്ങനെ ഒരു ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് സാധാരണ ഉച്ചയ്ക്കും ഞായറാഴ്ച വൈകിട്ടും ഒക്കെ എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും സീരീസോ ഫിലിമോ ഒക്കെ കാണാറുണ്ട്. ഇന്ന് പക്ഷെ നമുക്കൊരു പാർട്ടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് നമ്മുടെ ദിവസം അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വെച്ചു. ഡങ്കിയാണ് കേട്ടോ കാണുന്നത്. അപ്പം ഡങ്കി പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പടം പകുതി കണ്ടിട്ട് ഇടയ്ക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ അത് ബാക്കിയും കൂടി ഇരുന്ന് കണ്ടു. അത് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു തണ്ണിമത്തനൊക്കെ കഴിച്ച് സെറ്റാക്കി. കാരണം വെച്ചാൽ നമുക്ക് വൈകിട്ടൊരു പാർട്ടി ഉള്ളതുകൊണ്ട്. അങ്ങനെ വൈകിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പാർട്ടിക്ക് പോയി. ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെക്കുന്നത് യൂട്യൂബിൽ ഇടാനാണ്. എങ്കിൽ കൂടിയും ഇതെനിക്ക് നല്ലൊരു മെമ്മറി ആയിരിക്കും കേട്ടോ വീഡിയോസൊക്കെ. കാരണം വെച്ചാൽ ഇപ്പം ഈ ഒരു വർഷവും കൂടെ കഴിയുമ്പോൾ ഞങ്ങളെല്ലാം പലരും പലയിടത്ത് പോകും, പല പോസ്റ്റിക്ക് പല സ്ഥലത്താവും. അപ്പം പിന്നെ കുറേ വർഷമൊക്കെ കഴിയുമ്പോൾ ഇതൊരു നല്ല മെമ്മറി ആയിരിക്കും. ഇത് കാണുമ്പോഴും ഒക്കെ നമുക്കെല്ലാം ഇങ്ങനെ ഓർക്കാനും ഇവരെയൊക്കെ കാണാനും ഒക്കെ സാധിക്കും. ഇനിയിപ്പോൾ ഈ വർഷം കഴിയുമ്പോൾ ഇവരൊക്കെ ഇനി ലൈഫിൽ കാണുമെന്ന് തന്നെ എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോഴത്തേക്ക് സ്റ്റാർട്ടറായിട്ട് അവർ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാനായിട്ട് പോയി കേട്ടോ. സ്റ്റാർട്ടർ ആയിരുന്നു നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ടാണ് പിന്നെ വന്നിട്ട് ഡിന്നർ കഴിച്ചത്. ഞങ്ങളുടെ എല്ലാ ഫാമിലി ഇല്ലായിരുന്നു. കുറച്ച് പേര് ലീവിനൊക്കെ പോയേക്കാണ്, കുറച്ച് പേരൊക്കെ വയ്യാതൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒന്നും ഇല്ലായിരുന്നു. എല്ലാ സൗണ്ടും ഇടുന്നില്ല, കാരണം പാട്ടുള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും. കോപ്പിറൈറ്റ് അടിച്ചാലും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിച്ചില്ലെങ്കിലും കണക്കാം. എന്നാലും വെറുതെ കോപ്പിറൈറ്റ് വാങ്ങിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറേ സോങ്ങിൻ്റെ പാട്ടൊക്കെ വോയിസ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് 80% ഓഫ് ദ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെയും പേരറിഞ്ഞൂടാ. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ. अरे छोड़ दो। थंबनेल में ये वीडियो ആ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആ നിൽക്കുന്നതാണ് അമൃതയുടെ മൂത്ത ആളുടെ ബർത്ത്ഡേ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പേ ആഘോഷിച്ചതേ ഉള്ളൂ. ഈ നിൽക്കുന്ന ആളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇന്ന് ഞങ്ങൾക്ക് ഫുൾ പാർട്ടിയാണെന്ന് തന്നെ പറയാം. കാരണം ഇന്ന് ഒരാളുടെയും കൂടെ ബർത്ത്ഡേ ഉണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള പൂജ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇത് ഞങ്ങൾ കുറച്ച് ദൂരെ വെച്ചിട്ടാണ് നടത്തിയത്, ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് പൂജയ്ക്ക് വരാൻ പറ്റിയില്ല. പൂജയുടെ ബർത്ത്ഡേ വീട്ടിൽ വെച്ച് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം.
അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. വൈകി ആദ്യമേ പോയി നിൽക്കുക, ആദ്യത്തെ പീസ് കിട്ടിയാൽ അത്രയും സന്തോഷമെന്നും പറഞ്ഞു. പിന്നെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തേച്ച് ബഹളമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചൊക്കെ പോകാം കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഫോട്ടോ എടുപ്പ് മുഖ്യമാണല്ലോ നമുക്ക് എവിടെ ചെന്നാലും. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എന്നിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. അപ്പം ഡിന്നറിന് റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത് ഒരു പ്ലേറ്റിൽ തന്നെ നമുക്കൊരു 2-3 പേർക്ക് കഴിക്കാൻ തക്കോണം ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഇച്ചിനെ കണ്ടോ, വൈക വീട്ടിൽ നിർത്തുകൊണ്ട് വന്നൊരു പാവയാണേ. അപ്പം അതും വെച്ച് പുള്ളിക്കാരൻ കളിച്ചോണ്ടിരിക്കുക. ഒരു പ്ലേറ്റ് ഏകദേശം 3 പേർക്ക് കഴിക്കാൻ തക്കൊണ്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ബട്ടർ നാനും. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ചൗമീനൊക്കെ കഴിച്ചുകൊണ്ട് ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് വയറ് ഫുള്ളാവും. അങ്ങനെ ഞങ്ങൾ ഒരു പ്ലേറ്റ് 3 പേർക്കായിട്ടാണ് എടുത്തത്. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫുഡായിരുന്നു. അവർ എന്തായാലും ചൂസ് ചെയ്ത റെസ്റ്റോറൻറ്റ് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഡെസേർട്ടിനായിട്ട് ഗുലാബ് ജാമുൻ അതുകൂടെ കഴിച്ച് നിർത്തി ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. നിർത്തി എന്ന് പറയാൻ പറ്റത്തില്ല, ഇനി ഒരു ബർത്ത്ഡേയും കൂടെ ഉണ്ട്, അതിന് പോവാ ഞങ്ങൾ. അത് കഴിഞ്ഞ് ഏതോ ഹിന്ദി റീലിന് ഓസ്കാർ അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക ഇവിടെ 3 പേരുണ്ടോ. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം, അടുത്ത പൂജയുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി പ്രഗ്നൻറ്റും കൂടെ ആണ്, അപ്പോൾ അവൾക്ക് വരാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിപ്പോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ. ഇതൊക്കെ ഒരു സന്തോഷം, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു മെമ്മറി ആയിരിക്കും എനിക്ക്. അടുത്തടുത്ത് പോകുമ്പോൾ ഇവരെ ഒന്നും ഇനി എനിക്ക് ലൈഫിൽ ഒരിക്കലും കാണാൻ പറ്റില്ല, ഈ വർഷം കൂടെ കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അടുത്ത ബർത്ത്ഡേക്ക് പോയി. അപ്പോൾ ഇതാണ് പൂജ. അപ്പോൾ പൂജയുടെ ബർത്ത്ഡേ ആണ്, പൂജയുടെയും കൂടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ പൂജയുടെ വീട്ടിൽ വെച്ച് തന്നെ കേട്ടോ സെലിബ്രേഷനൊക്കെ. അവൾക്ക് അന്നേരം വരാൻ പറ്റത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാണിക്കുന്നു, ഞാൻ അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് തെറിവിളി ഉറപ്പാണ്. ഇന്ന് ഞങ്ങളെയൊക്കെ ഇറക്കിയിട്ട് ഇവർ സെർവ് ചെയ്തെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ സെർവ് ചെയ്യാനുള്ള പ്ലേറ്റൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കും. നല്ല ബഹളമായിരുന്നു, പാവത്തിന് അത്ര സൗണ്ട് കേൾക്കാൻ വയ്യെന്ന് തോന്നുന്നു. നല്ല ബഹളമായിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൂജ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് അവർ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവരെ കാണാനും പറ്റില്ല. അപ്പോഴത്തേക്ക് പൂജയുടെ കുഞ്ഞാവെ പോലും ഇനി ഫോട്ടോയിലേ കാണാൻ പറ്റത്തുള്ളൂ. അവരുടെ പോസ്റ്റിങ്ങൊക്കെ വന്നു. അതുകൊണ്ട് എല്ലാ മൊമെൻറ്റ്സും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോയും എടുത്തു നോക്കുമ്പോൾ നമുക്കൊരു ഒരു 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 സന്തോഷമൊക്കെ വരും മനസ്സിന്. കാരണം നമ്മൾ എന്നും കാണുന്ന ആൾക്കാരല്ല, നമ്മുടെ റിലേറ്റീവ്സ് അല്ല, നമ്മുടെ എന്താ പറയുന്നത്, എന്നും നമ്മുടെ നാട്ടിലുള്ളവരല്ല. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇവരൊക്കെ എവിടെയായിരിക്കും എന്നുപോലും എനിക്കൊരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. പക്ഷേ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു സുഖമുള്ള ഒരു ഓർമ്മ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.